നമസ്കാരം. ചാപ്റ്റർ 12-ൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ ഇന്ത്യയിലെ വ്യവസായവൽക്കരണം എന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആൻഡ് ചേഞ്ച് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങൾ, ഒരു തിയറി, ആധുനികവൽക്കരണ സിദ്ധാന്തം അഥവാ മോഡേണൈസേഷൻ തിയറി, പിന്നെ വ്യവസായ സമൂഹത്തിൻ്റെ സവിശേഷതകൾ, പ്രമുഖരായിട്ടുള്ള സമൂഹശാസ്ത്രജ്ഞർ പറഞ്ഞത് എങ്ങനെ എന്നുള്ളതുമായിരുന്നു നമ്മൾ ഒന്നാം ഭാഗം ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ രണ്ടാം ഭാഗത്തിൽ ഇന്ത്യയിലെ വ്യവസായവൽക്കരണം എന്ന ഹെഡിങ്ങിൽ ആദ്യം 2-3 ചെറിയ മാർക്കിൻ്റെ ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യകാലങ്ങളിലെ വ്യവസായവൽക്കരണം എന്ന ഭാഗവുമാണ്, ഇപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വർഷങ്ങളിലെ വ്യവസായവൽക്കരണം എന്ന ഭാഗവുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. അതായത് ഇന്ത്യയിലെ വ്യവസായവൽക്കരണം പാശ്ചാത്യ വ്യവസായവൽക്കരണവുമായി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ വെസ്റ്റേൺ കൺട്രീസ്, ഹൗ ഇറ്റ് ഡിഫേഴ്സ്. അപ്പോൾ ഇന്ത്യ എന്നുള്ളതിന് നമ്മൾ ഡെവലപ്പിംഗ് കൺട്രി എന്നും പാശ്ചാത്യ രാജ്യങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിനെ നമ്മൾ ഡെവലപ്ഡ് കൺട്രി എന്നും ഡിവൈഡ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. വികസ്വര രാഷ്ട്രവും വികസിത രാഷ്ട്രവും എന്ന ഹെഡിങ്ങിലായിരിക്കും നമ്മളത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വികസ്വര രാഷ്ട്രം അഥവാ ഡെവലപ്പിംഗ് കൺട്രി എന്നുള്ളത് ഇന്ത്യ എന്ന് നമ്മൾ മനസ്സിൽ വയ്ക്കുക. ഇനി ചോദ്യം ഇന്ത്യ എന്ന് പറഞ്ഞ് വന്നാൽ അങ്ങനെ എഴുതുക, അതല്ല ഡെവലപ്പിംഗ് കൺട്രി എന്ന് വികസ്വര രാഷ്ട്രം എന്ന് പറഞ്ഞ് വന്നാൽ അങ്ങനെയും നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഇന്ത്യ എന്നും ഇവിടെ പാശ്ചാത്യമെന്നും. ബ്രാക്കറ്റിൽ വികസ്വര രാഷ്ട്രം, ഡെവലപ്പിംഗ് കൺട്രി, ഡെവലപ്ഡ് കൺട്രി. ഈ രണ്ട് സ്ഥലങ്ങളിലെയും വ്യവസായവൽക്കരണം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തത് ഇന്ത്യ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രി എന്നുള്ള സ്ഥലത്തെ വ്യവസായവൽക്കരണം എങ്ങനെയാണ് എന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യയിൽ 60%, ഇന്ത്യ അല്ലെങ്കിൽ വികസ്വര രാഷ്ട്രത്തിൽ ഡെവലപ്പിംഗ് കൺട്രിയിൽ 60%, 60% ജനങ്ങൾ പ്രാഥമിക മേഖലയായ കൃഷി, ഖനനം തുടങ്ങിയ പണികളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. 60% ഓഫ് പീപ്പിൾ ഇൻ ഡെവലപ്പിംഗ് കൺട്രി ആർ വർക്കിംഗ് ഇൻ പ്രൈമറി സെക്ടർ. 60% ജനങ്ങൾ പ്രാഥമിക മേഖലയിൽ ആണ് പണിയെടുക്കുന്നത്. പ്രൈമറി സെക്ടർ അഥവാ പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ അത് കൃഷിയും ഖനനവും ഉൾപ്പെടുന്നതാണ്. അഗ്രികൾച്ചർ ആൻഡ് മൈനിങ് എന്നതാണ്. ഇനി 17% ദ്വിതീയ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. 17% ആർ വർക്കിംഗ് ഇൻ സെക്കൻഡറി സെക്ടർ. സെക്കൻഡറി സെക്ടർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ദ്വിതീയ മേഖല എന്ന് പറയുമ്പോൾ നിർമ്മാണവും സേവനവുമാണ്. ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ, അത് ചിലപ്പോൾ എന്താ പറയുക, ഒരു കറണ്ട് ബില്ലടച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള പല സേവനങ്ങളും ഉണ്ടല്ലോ, ജനങ്ങൾക്കായിട്ടുള്ള സേവനങ്ങൾ. അപ്പം നിർമ്മാണ മേഖലയും സേവനവും ഉൾപ്പെടുന്നതാണ് എന്ത് 17% ആൾക്കാർ പണിയെടുക്കുന്ന മേഖലയെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സെക്കൻഡറി സെക്ടർ. ഇനി 27% വർക്ക് ഇൻ ടെറിഷറി സെക്ടർ അഥവാ തൃതീയ മേഖല എന്ന് പറയുന്നു. വ്യവസായം, ഗതാഗതം, ധനകാര്യം തുടങ്ങിയിട്ടുള്ള സേവനങ്ങളൊക്കെയാണ് ഈ മേഖലകളിൽ വരുന്നത്. ഫൈനാൻസ്, ബാങ്കിങ് സെക്ടർ, ട്രാൻസ്പോർട്ടേഷൻ, ഇൻഡസ്ട്രീസ് ഒക്കെയാണ് 27% ആയ തൃതീയ മേഖല അഥവാ ടെറിഷറി സെക്ടറിൽ ഉള്ള ആ മേഖലയിൽ അത്രയും ശതമാനം ആളുകളാണ് ജോലി ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു കണക്കെന്ന് പറയുന്നത് 1999 അല്ലെങ്കിൽ 2000 കാലയളവിലെടുത്ത ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരമുള്ള ഒരു കണക്കാണ് ഈ പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ഇപ്പുറത്തേക്ക് വരുമ്പോൾ വെസ്റ്റേൺ കൺട്രീസ് അഥവാ ഡെവലപ്ഡ് കൺട്രീസ്. വെസ്റ്റേൺ കൺട്രീസ് ആർ ആൾറെഡി ഡെവലപ്ഡ് കൺട്രീസ്. ദേ ക്ലെയിം ദാറ്റ് ദേ ആർ ഡെവലപ്ഡ് കൺട്രീസ്. അവർ വികസിതമായി എന്ന്
വാദിക്കുന്ന രാജ്യങ്ങളാണ് പാശ്ചാത്യ രാജ്യങ്ങൾ. അവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും സേവന മേഖലയിൽ ജോലി ചെയ്യുന്നു. മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഇൻ ദീസ് ഡെവലപ്ഡ് കൺട്രീസ് ആർ വർക്കിംഗ് ഇൻ സർവീസ് സെക്ടർ. പിന്നെ വ്യവസായങ്ങളിലും ബാക്കിയുള്ളവർ വ്യവസായങ്ങളിലും, ശേഷം 10% കാർഷിക രംഗത്തും പണി ചെയ്യുന്നു. അപ്പോൾ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഇൻ ഡെവലപ്ഡ് കൺട്രീസ് ആർ വർക്കിംഗ് ഇൻ സർവീസ് സെക്ടർ. വികസിത രാഷ്ട്രങ്ങളിലെ ഭൂരിഭാഗം ജനങ്ങളും സേവന മേഖലയിൽ ജോലി ചെയ്യുന്നു. പിന്നെ ബാക്കി കുറച്ച് പേര് വ്യവസായങ്ങളിലും, ശേഷം 10% കാർഷിക രംഗത്തുമാണ് ജോലി ചെയ്യുന്നത്. 10% ആർ വർക്കിംഗ് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്ത്യ പോലെയുള്ള ഒരു വികസ്വര രാഷ്ട്രത്തിൽ 60% ആൾക്കാർ പ്രാഥമിക മേഖല അഥവാ പ്രൈമറി സെക്ടറിൽ ജോലി ചെയ്യുന്നു. പ്രൈമറി സെക്ടർ ഇൻക്ലൂഡ്സ് അഗ്രികൾച്ചർ ആൻഡ് മൈനിങ്, കൃഷിയും ഖനനവും. ഇനി 17% വർക്ക് ഇൻ സെക്കൻഡറി സെക്ടർ ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ഷൻ ആൻഡ് സർവീസ്. 27% തൃതീയ മേഖലയിലാണ്. തൃതീയ മേഖല അഥവാ ടെറിഷറി സെക്ടർ, അവിടെ വ്യവസായം, ഗതാഗതം, ധനകാര്യ സേവനങ്ങളാണ് ചെയ്യുന്നത്. whereas in developed countries majority of the people are working in service sector and then comes the industrial sector and 10% of people are doing agriculture as their labor. വളരെ കുറച്ച് ശതമാനം 10% മാത്രമേ കാർഷിക രംഗത്ത് പണി ചെയ്യുന്നുള്ളൂ എന്നാണ്. ഇനി രണ്ടാമത്തത് വീണ്ടും നമ്മൾ വികസ്വര രാഷ്ട്രത്തിലേക്ക് പോകുന്നു. ഇന്ത്യയിൽ 50%-ലധികം സ്വയം തൊഴിൽ ചെയ്യുന്നു. 50% above 50% are working as self or they are doing self-employment. സ്വന്തമായിട്ട് പണിയെടുക്കുന്നു 50% പേരും. 14% സ്ഥിര ശമ്പളക്കാരുണ്ട്. പെർമനൻ്റ് എംപ്ലോയ്മെൻ്റ് ഉള്ള, പെർമനൻ്റ് ഫിക്സ്ഡ് സാലറി ഉള്ള 14%-ഉം 13%-ന് എന്താണ്, താൽക്കാലിക ജോലിക്കാരാണ്. 30% താൽക്കാലിക ജോലിക്കാരുമാണ്. ഇപ്പുറത്തെന്താണ്, ഭൂരിഭാഗം ഔപചാരിക തൊഴിൽ ചെയ്യുന്നു. മെജോറിറ്റി ആർ വർക്കിംഗ് ഇൻ ഫോമൽ സെക്ടർ. ഫോമൽ സെക്ടർ എന്ന് പറയുമ്പോൾ അവിടെ സാലറി ഫിക്സ്ഡ് ആയിരിക്കും, മറ്റ് ബെനിഫിറ്റുകൾ ഉണ്ടായിരിക്കും, തൊഴിലാളി യൂണിയൻസ്, ട്രേഡ് യൂണിയൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് എന്ത്, ഫോമൽ സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിൽ അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളിൽ മെജോറിറ്റി ആർ വർക്കിംഗ് ഇൻ ഫോമൽ സെക്ടർ. ഭൂരിഭാഗവും ഔപചാരിക തൊഴിലാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? എല്ലാം ഒന്നും കൂടെ ഒന്ന് പറയാം. ഇന്ത്യ പോലെയുള്ള വികസ്വര രാഷ്ട്രത്തിൽ 60% ആൾക്കാർ പ്രാഥമിക മേഖലയിൽ ജോലി ചെയ്യുന്നു. 17% ദ്വിതീയ മേഖലയിൽ ജോലി ചെയ്യുന്നു. 27% തൃതീയ മേഖലയിൽ ജോലി ചെയ്യുന്നു. എന്നാൽ പാശ്ചാത്യ രാഷ്ട്രങ്ങളെ പോലെയുള്ള വികസിത രാഷ്ട്രങ്ങളിൽ ഭൂരിഭാഗം ജനങ്ങളും സേവന മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ വ്യവസായങ്ങളിലും ചെയ്യുന്നുണ്ട്. പക്ഷെ വളരെ കുറച്ച് ശതമാനം മാത്രമേ കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നുള്ളൂ. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ 50%-ലധികം സ്വയം തൊഴിൽ ചെയ്യുന്നു. 14% മാത്രമേ സ്ഥിരം ശമ്പളമുള്ളൂ. 30% താൽക്കാലിക ജീവനക്കാരാണ്. താൽക്കാലിക ജീവനക്കാരെ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇനി ഡെവലപ്ഡ് കൺട്രീസിലേക്ക് വരുമ്പോൾ എന്താണ്, അവിടെ മെജോറിറ്റി ആർ വർക്കിംഗ് ഇൻ ഫോമൽ സെക്ടർ. ഭൂരിഭാഗത്തിനും ഔപചാരികമായിട്ടുള്ള തൊഴിലാണ് ഉള്ളത്. മനസ്സിലായല്ലോ? അപ്പം ഞാൻ ഇവിടെ ഒരു സൈഡിൽ എഴുതിയിട്ടുണ്ട്, ഇത് ഏത് തൊഴിൽ ചെയ്യുന്നു, ഇവിടെ സ്ഥിരം ജോലിയാണോ അല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, ഇത് വാട്ട് ഈസ് ദെയർ ജോബ്, വെദർ ദ ജോബ് ഈസ് പെർമനൻ്റ് ഓർ നോട്ട് എന്നുള്ളതാണ്. ഈ ഭൂരിഭാഗം ഔപചാരിക തൊഴിൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതെന്താണ്, സ്ഥിരം ജോലിയാണ് ഔപചാരിക തൊഴിൽ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊരു ചെറിയ മാർക്കിനൊക്കെ സാധാരണ ചോദിക്കാൻ സാധ്യതയുണ്ട്, 4 മാർക്കിനൊക്കെ ചോദിക്കാം. ഇനി അടുത്തത് സംഘടിത മേഖലയും അസംഘടിത മേഖലയും എന്ത് എന്നുള്ളതാണ്. ഇന്ത്യയിലെ സംഘടിത മേഖലയുടെ അവസ്ഥയും എങ്ങനെയാണ് ജനങ്ങൾ സംഘടിത മേഖലയിലാണോ കൂടുതൽ ജോലി ചെയ്യുന്നത്, അസംഘടിത മേഖലയിലാണോ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓർഗനൈസ്ഡ് സെക്ടർ ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ. ഇനി ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. സംഘടിത മേഖല എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ്ഡ് ആയിരിക്കും, സംഘടിതമായിരിക്കും.
അവിടെ നേതാക്കന്മാരുണ്ടായിരിക്കും. അവരുടെ പ്രശ്നങ്ങളൊക്കെ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ കേൾക്കുന്നുണ്ടായിരിക്കും. പരിഹാരങ്ങളുണ്ടായിരിക്കും. ശമ്പള സ്ഥിരത ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളാണ് സംഘടിത മേഖല എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ സംഘടിത മേഖലയാണ്. ഗവൺമെൻറ്റിൻ്റെ ജോലികളുമൊക്കെ സംഘടിത മേഖലയിലുള്ളതാണ്. അസംഘടിത മേഖല എന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ട് എവിടെയെങ്കിലും ജോലി ചെയ്യുന്നു, ഏതെങ്കിലും കടകളിലൊക്കെ ജോലി ചെയ്യുന്നു, അതൊക്കെ എന്താണ്? അൺഓർഗനൈസ്ഡ് സെക്ടർ അഥവാ അസംഘടിത മേഖലയാണ്. ഓക്കെ, ഇനി സംഘടിത മേഖല അസംഘടിത മേഖല വ്യത്യാസം നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഗനൈസ്ഡ് സെക്ടർ ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ? In organized sector, there are more than 10 people working in that employment area. ഓക്കെ, 10 അതിലധികമോ ജോലിക്കാരായിരിക്കും സംഘടിത മേഖലയിൽ ഉണ്ടായിരുന്നു. 10-ലധികം ജോലിക്കാർ ഓർഗനൈസ്ഡ് സെക്ടറിൽ ഉണ്ടാകും. വേറാസ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ 10-ൽ താഴെ പണിക്കാർ, ബിലോ 10 ആയിരിക്കും എംപ്ലോയീസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത്, വർഷം മുഴുവൻ ജോലിയുണ്ട്. എവിടെ? സംഘടിത മേഖലയ്ക്ക്. സംഘടിത മേഖലയ്ക്ക് എല്ലാ ദിവസങ്ങളിലും ജോലി ഉണ്ടായിരിക്കും. ദേ ഗെറ്റ് എംപ്ലോയ്മെൻറ്റ് ത്രൂ ഔട്ട് ദ ഇയർ. വേറാസ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ അഥവാ അസംഘടിത മേഖലയിൽ എന്താണ്? അങ്ങനെ തൊഴിൽ സുരക്ഷയൊന്നുമില്ല. എന്നുമൊന്നും ജോലി ഉണ്ടായിരിക്കില്ല. ജോലി ഉണ്ടെങ്കിൽ ഉണ്ട്. ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ഒന്നും ചെയ്യാത്ത സ്ഥാപനങ്ങൾ ഒരുപാട് ഉണ്ട്. ഇപ്പുറത്ത് ഒരു സ്ഥാപനം ആരംഭിക്കണമെങ്കിൽ ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി അതുപോലെ തന്നെ ശമ്പളം, പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങൾ ഇവിടെ എന്താണ്? ഓർഗനൈസ്ഡ് സെക്ടറിൽ ഉണ്ട്. ദേ ഗെറ്റ് പെൻഷൻ, PF എക്സെട്ര. the facilities like ESI, medical facilities, PF etc. are given to the people who are working in organized sector. Whereas in unorganized sector, the employees are not getting pension or any other facilities like this. ഓക്കെ, ഇനി ഇന്ത്യയിൽ അതുപോലെ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു തൊഴിൽ സുരക്ഷയുമില്ല. എന്നും വേണമെങ്കിൽ അവരെ പിരിച്ചുവിടാൻ സാധ്യതയുണ്ട്. ഇപ്പുറത്ത് അങ്ങനെയല്ല. സംഘടിത മേഖലയിലുള്ളവർക്ക് അഥവാ ഓർഗനൈസ്ഡ് സെക്ടറിലുള്ളവർക്ക് ജോലിയുടെ സ്ഥിരതയുണ്ടായിരിക്കും. വർഷം മുഴുവൻ ജോലി ഉണ്ടായിരിക്കും. 10 അതിലധികമോ ജോലിക്കാരാണ് ജോലി ചെയ്യുന്നത്. അവർക്ക് ഗവൺമെൻറ്റിൽ കമ്പനി തുടങ്ങണമെങ്കിൽ ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്യണം. പെൻഷൻ പോലെയുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ നൽകേണ്ടതും ഉണ്ട്. ഇനി ഇന്ത്യയിൽ 90% എവിടെയാണ്? അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ് ജോലി ചെയ്യുന്നത്. ദിസ് ക്യാൻ ബി ആസ്ക്ഡ് ഫോർ ആൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ 90%-ലധികം ആൾക്കാരും അസംഘടിത മേഖല അഥവാ അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ് ജോലി ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ ഈ വ്യത്യാസം? ഇതും പ്രധാനപ്പെട്ടതാണ്. ഇനി സംഘടിത അസംഘടിത മേഖലയിൽ തന്നെയുള്ള ഒരു ചെറിയൊരു ചോദ്യമാണ്. സംഘടിത മേഖലയുടെ ചെറിയ വലിപ്പം എന്തുകൊണ്ടാണ് എന്ന്. വൈ ഈ 90% ഓഫ് പീപ്പിൾ ആർ വർക്കിംഗ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞു. ദെൻ വി ക്യാൻ അസ്യൂം ദാറ്റ് ഓൺലി 10% ആർ വർക്കിംഗ് ഇൻ ഓർഗനൈസ്ഡ് സെക്ടർ, അല്ലേ? സംഘടിത മേഖലയിൽ 10% ആൾക്കാരും 90%-ലധികം ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത് അസംഘടിത മേഖലയിലുമാണ്. ഇതിൻ്റെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ചോദ്യം. 3 പോയിൻ്റാണുള്ളത്. ഒന്നെന്ന് പറയുന്നത്, വലിയ സ്ഥാപനങ്ങളിൽ ജോലി പരിചയമുള്ളവർ തീരെയും കുറവാണ്. ഈ വലിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യണമെങ്കിൽ അവിടെ പ്രോപ്പറായിട്ടുള്ള സെലക്ഷൻ പ്രൊസീജിയറും ക്വാളിഫിക്കേഷനും ഒക്കെ വേണം. അപ്പോൾ അങ്ങനെ പരിചയമുള്ള ആൾക്കാർ വളരെ കുറവാണ്. ചെറിയ സ്ഥാപനങ്ങളിലാകട്ടെ വ്യക്തിബന്ധങ്ങളാണ് ശമ്പളം, ജോലി സ്ഥിരത എല്ലാം നിർണ്ണയിക്കുന്നത്. മുതലാളിയുടെ അടുത്ത ആരെങ്കിലും ആണെങ്കിൽ അയാൾക്ക് പെർമനൻ്റ് ജോബ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അയാൾക്ക് ശമ്പളവും അയാൾ നല്ലതായിട്ട് ജോലി ചെയ്യുന്നു നോക്കാതെ തന്നെ ചിലപ്പോൾ മുതലാളിയുടെ ആരെങ്കിലും ആണെങ്കിൽ ശമ്പളം കൂട്ടിക്കൊടുക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വളരെ കുറവാണ്. അതുപോലെ ചെറിയ സ്ഥാപനങ്ങളിലും അതായത് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ നമ്മുടെ സാലറി how to increase our salary depends upon the relationship between the employee and the employer. മനസ്സിലായല്ലോ? വലിയ സ്ഥാപനങ്ങളിൽ ജോലി സ്ഥിരമായിരിക്കും. there is fixed job in organized sector. there is fixed job in organized sector.
ഓക്കെ, അവിടെ ഇഫ് ദർ ഈസ് എനി പ്രോബ്ലം ബിറ്റ്വീൻ ദ എംപ്ലോയി ആൻഡ് ദ എംപ്ലോയർ, ദ ട്രേഡ് യൂണിയൻസ് ആർ ഇൻ്റർഫിയറിങ് ഇൻ ദാറ്റ് പ്രോബ്ലം. ഏതെങ്കിലും ഒരു പ്രോബ്ലം ജോലി നൽകുന്നയാളും ജോലി ചെയ്യുന്നയാളും തമ്മിലുണ്ടെങ്കിൽ അവിടെ തൊഴിലാളി സംഘടനകൾ ഇടപെടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ജോലി പരിചയമുള്ളവർ കുറവാണ്. ഈ സ്ഥാപനങ്ങളിൽ ജോലിക്ക് നല്ല ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ വേണം. അതുകൊണ്ട് തന്നെ 10% ആൾക്കാർ മാത്രമേ ഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്നുള്ളൂ. മെച്ചപ്പെട്ട ജോലി കുറച്ചു പേർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇതിൽ 2/3 3/2 ആൾക്കാർ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ഔട്ട് ഓഫ് ദ ടോട്ടൽ ബെസ്റ്റ് ജോബ്സ് 3/2% ആർ വർക്കിംഗ് ആസ് ഗവൺമെൻറ് എംപ്ലോയീസ്. സർക്കാർ ജോലിക്ക് വലിയ ഡിമാൻഡാണ്. ഇവിടെ ജാതി വ്യക്തിബന്ധങ്ങൾക്ക് സ്ഥാനമില്ല. ഇഫ് യു വാണ്ട് എ ഗവൺമെൻറ് ജോബ് ദർ ഈസ് നോ ബാരിയർ regarding your caste or regarding your personal relationship or caste ഒന്നും നോക്കാതെ anyone will get a job in government sector based on their qualification. സർക്കാർ ജോലികൾ ജാതിയോ വ്യക്തിബന്ധങ്ങളോ നോക്കാതെ നമ്മുടെ കഴിവും നമ്മുടെ ക്വാളിഫിക്കേഷനും നോക്കിക്കൊണ്ടായിരിക്കും സർക്കാർ ജോലികൾ നമുക്ക് കിട്ടുന്നത്. ഇനി അസംഘടിത മേഖലയിൽ വളരെ കുറച്ച് പേർ മാത്രമാണ് യൂണിയനുകളിൽ അംഗമായിട്ടുള്ളത്. അസംഘടിത മേഖല അഥവാ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ യൂണിയനുകൾ കുറവാണ്. അഥവാ യൂണിയനുകൾ ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് പേരാണ് അതിൽ അംഗങ്ങൾ ആയിട്ടുള്ളത്. ഉള്ള ആൾക്കാർക്ക് സംഘടിതമായി പോരാടുവാനുള്ള കഴിവും ഇല്ല. In unorganized sector there are few unions and there are few members in that union, and even though some are members of that union they do not have the capacity to interfere, to fight with these higher officials. മനസ്സിലായല്ലോ? അങ്ങനെ 3 എണ്ണമാണ് ഇന്ത്യയിൽ ഓർഗനൈസ്ഡ് സെക്ടറിൽ 10% ആൾക്കാർ 10% ആൾക്കാരും അൺഓർഗനൈസ്ഡ് സെക്ടറിൽ 90% ആൾക്കാരും വർക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള സാമൂഹിക എന്താ പറയുക സൂചകങ്ങൾ എന്ന് പറയുന്നത്. അതായത് നല്ല ക്വാളിഫിക്കേഷൻ വേണം ഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യാൻ. അങ്ങനെ ജോലി പരിചയമുള്ളവർ വളരെ കുറവാണ്. മെജോറിറ്റി ആൾക്കാരും ഗവൺമെൻറ് ജോബിലാണ് ജോലി ചെയ്യുന്നത്. ഗവൺമെൻറ് ജോലിയിൽ വ്യക്തിബന്ധങ്ങൾക്കൊന്നും സ്ഥാനമില്ല. അസംഘടിത മേഖലയിൽ വളരെ കുറച്ച് പേരെ ജോലി ചെയ്യുന്നുള്ളൂ. ട്രേഡ് യൂണിയനുകളുടെ അഥവാ സംഘടനകളുടെ ഒന്നും സാന്നിധ്യം അസംഘടിത മേഖലയിൽ ഇല്ല എന്നുള്ളതും ആണ്. ഓക്കെ, ഇനി അടുത്തത്. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ഡെവലപ്ഡ് കൺട്രീസ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ തൊഴിലിനെ കുറിച്ച് പഠിച്ചു അല്ലേ? ഡിഫറൻസ് ബിറ്റ്വീൻ അത് ഹെഡിങ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഡെവലപ്ഡ് കൺട്രീസ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. വികസിത രാജ്യങ്ങളിലെയും വികസ്വര രാജ്യങ്ങളിലെയും വ്യവസായവൽക്കരണത്തിൻ്റെ വ്യത്യാസം. എവിടെയാണ് ആൾക്കാർ തൊഴിൽ ചെയ്യുന്നതെന്നാണ് അവിടെ ശരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഗനൈസ്ഡ് സെക്ടർ ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ. സംഘടിത മേഖലയും അസംഘടിത മേഖലയും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നുള്ളത്. അപ്പോൾ അത് രണ്ടും ചെറിയ മാർക്കുകൾക്കാണ് ചോദിക്കുന്നത്. അവസാനം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ സംഘടിത മേഖലയിൽ അഥവാ ഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്നുള്ളൂ. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്, ഓർ വാട്ട് ആർ ദ സോഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദാറ്റ് എന്നുള്ളത്. എന്താണ് അതിൻ്റെ സാമൂഹിക പശ്ചാത്തലം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോൾ ഇതത്ര പ്രധാനമൊന്നുമല്ല. പക്ഷേ ഓർഗനൈസ്ഡ് സെക്ടർ അൺഓർഗനൈസ്ഡ് സെക്ടർ ഡിഫറൻസും ഡെവലപ്പിംഗ് കൺട്രീസ് ആൻഡ് ഡെവലപ്ഡ് കൺട്രി ഡിഫറൻസ്, വികസിത രാജ്യങ്ങളിലെ വ്യവസായവൽക്കരണത്തിൻ്റെ വ്യത്യാസം ഒക്കെ പ്രധാനമാണ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ വ്യവസായവൽക്കരണം എന്നുള്ളതാണ്. ഇതൊരു ചെറിയ ഭാഗമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ വർഷങ്ങളിലെ ഇന്ത്യയിലെ വ്യവസായവൽക്കരണം എങ്ങനെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കൊരു 6 പോയിൻ്റാണുള്ളത്. ഓൺലി 6 പോയിൻറ്റ്സ് ആദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വർഷങ്ങളിലെ വ്യവസായവൽക്കരണം. പരുത്തി, ചണം, കൽക്കരി, ഖനികൾ, റെയിൽവേ എന്നിവയാണ് ഇന്ത്യയിലെ ആദ്യ വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, വെൻ ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ്, ഇന്ത്യ had industries in the areas of what? പരുത്തി, ചണം, wool industry, jute industry, coal industry, mine industry and railway. ഓക്കെ, പരുത്തി, ചണം, കൽക്കരി, ഖനികൾ,
റെയിൽവേ എന്നിവയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ഇനി പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും പ്രാധാന്യം നൽകുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് നമ്മുടേത്. മിക്സ്ഡ് എക്കണോമിയാണ്. ഓക്കെ, പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും പ്രാധാന്യം നൽകുന്ന ഒരു മിക്സ്ഡ് എക്കണോമിയാണ് ആരുടേത്? ഇന്ത്യക്കാരുടേത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ പൊതുമേഖല എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ എന്ത് പറയാം? അതിന് നമുക്ക് ഗവൺമെൻറ് സെക്ടർ അഥവാ പബ്ലിക് സെക്ടർ എന്ന് പറയാം. ഓക്കെ, സോ ഇൻ ഇന്ത്യ വി ഹാവ് എ പോളിസി വിച്ച് ഇസ് എ മിക്സ് ഓഫ് പബ്ലിക് സെക്ടർ. That policy is giving importance to public sector as well as private sector, and that is known as mixed economy. That concept is known as mixed economy. ഇത് ഒരു മാർക്കിന് ചോദിക്കാം. ഇന്ത്യയുടെ പോളിസി എന്ന് പറയുന്നത്, ഇന്ത്യയുടെ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത് മിക്സ്ഡ് എക്കണോമിയാണ്. ഓക്കെ, ഇൻ ഇന്ത്യ സം സെക്ടേഴ്സ് വെർ കൺട്രോൾഡ് ബൈ ഗവൺമെൻറ് വൈൽ അതേഴ്സ് വെർ ഓപ്പൺ ടു പബ്ലിക് സെക്ടർ. ഡ്യൂ ടു why is it like that? Because our policy is mixed economy. പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും പ്രാധാന്യം നൽകുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എക്കണോമിയെ എന്ത് പറയുന്നത്? മിക്സ്ഡ് എക്കണോമി എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു പരുത്തി, ചണം, കൽക്കരി, ഖനി, റെയിൽവേ ഇവയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായങ്ങൾ. ദ ഫസ്റ്റ് മോഡേൺ ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ വെയർ കോട്ടൺ, ജൂട്ട്, മൈൻസ് ആൻഡ് റെയിൽവേസ്. പിന്നെ നമ്മൾ പറഞ്ഞു സം സെക്ടേഴ്സ് വെയർ കൺട്രോൾഡ് ബൈ ഗവൺമെൻറ് ആൻഡ് സം അതേഴ്സ് വെയർ കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് സെക്ടേഴ്സ് ആൻഡ് ദിസ് ഈസ് ഡ്യൂ ടു ദ പോളിസി ഓഫ് മിക്സ്ഡ് എക്കണോമി. പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും നമ്മൾ പ്രാധാന്യം നൽകുന്നു. ഇതിനെ നമ്മൾ മിക്സ്ഡ് എക്കണോമി അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രതിരോധം, ഗതാഗതം, വിനിമയം, ഊർജം, ഖനികൾ എന്നിവ പൊതുമേഖലകളിലാണ് കാണപ്പെടുന്നത്. ഇവിടെ നമ്മൾ ആദ്യ വ്യവസായങ്ങളെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി പറയുന്നത് എന്താണ്? ഡിഫൻസ്, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, പവർ ആൻഡ് മൈനിങ് വെയർ അണ്ടർ ഗവൺമെൻറ് ഡ്യൂറിങ് ദ ബിഗിനിങ് ഓഫ് ഇൻഡിപെൻഡൻസ്. Okay, so these areas were considered as public sector. When these areas are under the government control, then we can call them as public sector. Okay, so പ്രതിരോധം, ഗതാഗതം, വിനിമയം, ഊർജം, ഖനികൾ ഇവ പൊതുമേഖലകളിലാണ് കാണപ്പെടുന്നത്. ഇതൊക്കെ ഒരു മാർക്കിന് ചോദിക്കാം. ഇതും ഒരു മാർക്കിന് ചോദിക്കും കേട്ടോ. അതുപോലെ ഇതും ചോദിക്കാം. മിക്സ്ഡ് എക്കണോമി ഇതും ഒരു മാർക്കിന് ചോദിക്കും. ഏതൊക്കെയായിരുന്നു ആദ്യകാലത്ത് പൊതുമേഖലയുടെ കീഴിലുണ്ടായിരുന്നത്? മറ്റുള്ള മേഖലകളെല്ലാം. അപ്പോൾ ആ മേഖലകൾ ഓർത്തു വയ്ക്കുക. ഏതൊക്കെയാണ്? ഡിഫൻസ്, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, പവർ ആൻഡ് മൈനിങ് വെയർ അണ്ടർ ഗവൺമെൻറ് ഓർ അണ്ടർ പബ്ലിക് സെക്ടർ. പ്രതിരോധം, ഗതാഗതം, പിന്നെ വാർത്താവിനിമയം, ഊർജം, ഖനികൾ ഇവയെല്ലാം പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ കീഴിലായിരുന്നു. മറ്റുള്ള മേഖലകൾ സ്വകാര്യ മേഖലയ്ക്കാണ് തുറന്നു കൊടുത്തിരുന്നത്. റെസ്റ്റ് ഓഫ് ദ ഏരിയാസ് വെയർ ഓപ്പൺ അപ്പ് ടു പ്രൈവറ്റ് സെക്ടേഴ്സ്. ഇനി ഗവൺമെൻറ് കൺട്രോൾഡ് ദീസ് പ്രൈവറ്റ് സെക്ടേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പോളിസി, ലൈസൻസിങ് പോളിസി. ലൈസൻസിങ് പോളിസിയുടെ സഹായത്തോടുകൂടി ഗവൺമെൻറ് ഈ സ്വകാര്യ മേഖലകളെ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഇനി നാലാമത്തെ പോയിന്റിലേക്ക് നമുക്ക് നോക്കാം. മദ്രാസ്, ബോംബെ, കൽക്കത്ത തുടങ്ങിയ തുറമുഖ നഗരങ്ങളിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് വ്യവസായങ്ങൾ ഉണ്ടായിരുന്നു. ബിഫോർ ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് we had industries, we had various industrial establishments in Madras, Bombay and Calcutta. Earlier industries were concentrated in port cities of Madras, Bombay and Calcutta. നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലേ. പോർട്ട് സിറ്റിയെ കേന്ദ്രീകരിച്ചാണ് വ്യവസായങ്ങൾ ഉണ്ടായിരുന്നത്. സോ മദ്രാസ്, ബോംബെ, കൽക്കത്ത പോർട്ട് സിറ്റിയെ കേന്ദ്രീകരിച്ചായിരുന്നു ഇൻഡിപെൻഡൻസിന് മുമ്പ് നമ്മുടെ ഇൻഡസ്ട്രീസൊക്കെ ഉണ്ടായിരുന്നത്. അതിവിടെ അത്ര പ്രധാനപ്പെട്ടൊരു പോയിന്റ് അല്ല. ഇനി അടുത്തത് ബറോഡ, കോയമ്പത്തൂർ, ബാംഗ്ലൂർ, പൂന, ഫരീദാബാദ്, രാജ്ഘട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം വ്യവസായ കേന്ദ്രങ്ങളായിട്ട് മാറി. ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻസ് ബറോഡ, കോയമ്പത്തൂർ, ബാംഗ്ലൂർ, പൂന, ഫരീദാബാദ്, രാജ്കോട്ട് എന്നീ സ്ഥലങ്ങൾ എന്തായി? ഇൻഡസ്ട്രിയൽ ഏരിയാസ് ആയിട്ട് മാറുന്നു. ഇനി ആറാമത്തെ പോയിന്റ് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത്? ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഏർലി ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യകാലങ്ങളിലെ ഇന്ത്യയിലെ വ്യവസായവൽക്കരണം. 6 പോയിൻ്റാണുള്ളത്. ഓക്കെ, ദെൻ അതിൽ നാലാമത്തെ പോയിൻ്റ് ആക്ച്വലി ബിഫോർ ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ്.
ഇനി 6th പോയിന്റ് എന്ന് പറയുന്നത് ചെറുകിട മേഖലകളുടെ വളർച്ചയ്ക്കായി ധനസഹായം നൽകി ആര്? ഗവൺമെൻറ്. ഓക്കെ, ചെറുകിട മേഖലകളുടെ വളർച്ചയ്ക്കായിട്ട് ഗവൺമെൻറ് ധനസഹായം നൽകുന്നു. ഗവൺമെൻറ് ഗേവ് എക്കണോമിക് അസിസ്റ്റൻസ് ടു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ലൈക്ക് പേപ്പർ, വുഡ് പ്രൊഡക്ട്സ്, ഗ്ലാസ്, സിറാമിക് മേക്കിംഗ് ഇൻഡസ്ട്രീസ്. മനസ്സിലായല്ലോ? കടലാസ്, മരം, ഗ്ലാസ്, സിറാമിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ചെറുകിട മേഖലകളെ ഗവൺമെൻറ് ധനസഹായം നൽകുന്നു. അവർക്ക് ഉൽപ്പന്നത്തിനും ലോണും കാര്യങ്ങളും സബ്സിഡീസും ഒക്കെ നൽകുന്നു. ഗവൺമെൻറ് ഗേവ് എക്കണോമിക് അസിസ്റ്റൻസ് ടു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ലൈക്ക് പേപ്പർ, വുഡ് പ്രൊഡക്ട്സ്, ഗ്ലാസ്, സിറാമിക്സ് എക്സെട്ര. ഇനി ബ്രാക്കറ്റിൽ കിടക്കുന്നത് ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിക്കാം. ഇത് എസ്സേ എഴുതുമ്പോൾ ഈ 6 പോയിൻ്റ് എഴുതിയാൽ മതി. 6 മാർക്കിനായിരിക്കും അത് ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാനത് 6 പോയിൻ്റ് ആക്കിയതാണ്. ഓക്കെ, 1991 28% തൊഴിലാളികൾ വൻകിട വ്യവസായങ്ങളിലും 72% ചെറുകിട വ്യവസായങ്ങളിലുമായിരുന്നു ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്നത്. സോ ദിസ് ഈസ് എ study or this is a statistics taken in the year 1991 and 1991 28% of the employees or laborers are working in large scale industries whereas 72% were working in small scale industries. 1991 കണക്ക് പ്രകാരം 28% ജോലിക്കാർ വലിയ വ്യവസായശാലകളിലും 72% ആൾക്കാർ ചെറുകിട വ്യവസായങ്ങളിലുമായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഏർലി ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യകാലങ്ങളിലുള്ള വ്യവസായവൽക്കരണം എന്ന് പറയുന്നത്. ഈ ലാസ്റ്റ് പോയിന്റ് ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാം, എത്ര ശതമാനം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ ഈ ചാപ്റ്ററുകളിലെല്ലാം നിരവധി സ്ഥലങ്ങളുടെ പേരുകളൊക്കെയുണ്ട്. ആദ്യകാലത്തിലെ തുറമുഖ സിറ്റിയുമായി കേന്ദ്രീകരിച്ച് വ്യവസായശാല ഉണ്ടാക്കിയ സ്ഥലങ്ങൾ ഏതെല്ലാം, മദ്രാസ്, ബോംബെ, കൽക്കത്ത എന്നിവയൊക്കെ ആയിരുന്നു. അതൊക്കെ ചോദിക്കാം 1 മാർക്കിന്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് മീ.